ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളൊന്ന് ഊട്ടിലേക്ക് പോണതാണ്. അപ്പോൾ രാത്രി 1 മണിക്കാണ് ഞങ്ങൾ പോണത്. അങ്ങനെ എന്താ പുലർച്ചെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ എത്തി. ബസ്സിലാണ് പോണത്. ഞങ്ങൾ ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ ഫാമിലിയാണ്, ഞങ്ങളെല്ലാവരും കൂടെയാണ് പോണത്. അതിൻ്റെ ഇടയിൽ ഇതാ മോളെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആയുഷ് ഭയങ്കര ഡാൻസാണ്. ആയുഷിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയതില്ലാന്ന് തോന്നുന്നു. കണ്ണടൊക്കെ വെച്ചിട്ട് നല്ല കളിയിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞാനൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല ഉറക്കിലാ പെട്ടുപോയി. ഫൈസ് ഇതിൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ആയുഷിന് പിന്നെ ഉറക്കമൊന്നുമില്ല, അവൾ കളിയിൽ നിൽക്കുകയാണ്. ഹെവമോൾ ഇതാ ഉറങ്ങുകയാണ്, അവൾക്ക് പനി പിടിച്ചിരിക്കണം. അപ്പോൾ അത് കാരണം അവൾ നല്ല ഉറക്കിലാണ്. അതിൻ്റെ ഇടയിൽ ആയുഷ് അവൾക്ക് കണ്ണടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൾ ഉറങ്ങുകയാണെങ്കിലും നല്ലപോലെ കിടന്നൊക്കെ തരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് തേയില ഉണ്ടാക്കുന്ന ഫാക്ടറിക്കാണ്. അങ്ങനെ പിന്നെ അവിടെയൊക്കെ കയറി തൈല ഫാക്ടറിയിൽ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് ഓരോരുത്തരും ഓരോ മെഷീനൊക്കെ ആയിരുന്നു തേയില ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അവർ പരിചയപ്പെടുത്തി തന്ന്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് ഇങ്ങനെ പോണത്. പെട്ടെന്നും പോകാനൊന്നും പറ്റില്ലായിരുന്നു. മെല്ലെ മെല്ലെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടാണ് പോണത്. ഓരോ സെക്ഷനിലും ഓരോ മെഷീനായിട്ടൊക്കെയാണ്. അതിന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല ടീ ഒക്കെ കുടിച്ച് ഇതൊക്കെ ആകെ കുട്ടീനെടുത്തിട്ടൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിയ കാരണം എല്ലാവരും കുട്ടീനെടുത്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും അതൊക്കെ എടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഞങ്ങൾ അതൊക്കെ ഒന്ന് കഴിച്ച് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു ടൂറ്. ഞാൻ ആദ്യമായിട്ടൊന്നല്ല പോണത്, ഞാൻ അതിൻ്റെ മുന്നേ 2-3 പ്രാവശ്യം പോയിക്കണേ. പക്ഷേ ഇവിടെ ഒന്നും പോയിട്ടില്ലായിരുന്നു. തേയില ഫാക്ടറിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് എല്ലാവരും കൂടി പോകുമ്പോൾ പ്രത്യേക ഇതാണല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ഒന്നാൾ ഫ്രഷ് ആവാനൊക്കെ എല്ലാവരും പോയി. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് പിന്നെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ബസ്സിൽ തന്നെ കയറി. ബസ്സിൽ സേർക്കാക്കിയും പിന്നെ എൻ്റെ മുത്താപ്പാൻ്റെ മോനും അവരൊക്കെ പാട്ടൊക്കെ പാടി നല്ല ഡാൻസും നല്ല നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും നല്ലോണം ആസ്വദിച്ചത്. സേർക്കാക്കത് പാട്ട് പാടണേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഡാൻസ് വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ കൂടെ ഞാനും അവരെ കൂടെ പാട്ടൊക്കെ പാടി. അപ്പോൾ ഉമ്മയും അവരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അതാ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഒക്കെ എടുത്ത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡിന് ഞങ്ങൾ ബിരിയാണിയായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് ചെയ്താൽ കുറച്ച് വീഡിയോസ്. നല്ല തണുപ്പായിരുന്നു, അത് കാരണം എല്ലാവരും ഷട്ടർ ഇട്ടിട്ടൊക്കെയാണ് നടക്കുന്നത്. സ്ലോ മോഷനിലൊക്കെയാണ് നടന്ന് വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലെല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് ഇത്ര സ്ലോ മോഷനിൽ നടന്ന് വരുന്നത്. അവിടുന്ന് പിന്നെ നേരെ പോയത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിക്കാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെത്തി. അവിടുന്ന് ഞങ്ങൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് അവർ ഞങ്ങൾക്ക് ചോക്ലേറ്റൊക്കെ കഴിക്കാൻ തന്ന് മക്കൾക്കും എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ എല്ലാവരും ചോക്ലേറ്റൊക്കെ കഴിച്ചു. അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് തിരക്കൊക്കെ. അങ്ങനെ ചോക്ലേറ്റൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു. ഞങ്ങൾ 1 ഡേ ടൂറാണ് പോയത്, അതുകൊണ്ട് ഞങ്ങൾ രാത്രി തന്നെ തിരിച്ചു വരുമായിരുന്നു. പിന്നെ അവിടുന്ന് വേറെ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ നിർത്തി. അപ്പോൾ അതാ ഞങ്ങൾ കുരങ്ങനൊക്കെ കണ്ട് കുറച്ച് നേരം കുരങ്ങനക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണിയായിരുന്നു കൊണ്ടുവരുന്നത്. ബിരിയാണിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോയിക്കുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ ബസ് നിർത്തിയിട്ട സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചത്. അതിൻ്റെ മുന്നേ ഞങ്ങൾ ഫ്രഷ് ആവാൻ റൂം എടുത്തിരുന്നു. അതൊക്കെ പിന്നെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ബസ്സൊക്കെ നിർത്തിയിട്ട് കൊടുത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് ഒരു രാത്രി ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.